അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കൃപയേറും മക്കൾ സഭയിൽ ജനിച്ചിടാൻ പ്രാർത്ഥിക്കുന്നു. അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കൃപയേറും മക്കൾ സഭയിൽ ജനിച്ചിടാൻ പ്രാർത്ഥിക്കുന്നു. സ്നാപകൻ പോൽ ജ്വലിക്കും ഏറെ മക്കൾ സഭയിൽ ഈ കാലഘട്ടത്തിലും ഭൂജാതരായിടട്ടെ. അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കൃപയേറും മക്കൾ സഭയിൽ ജനിച്ചിടാൻ പ്രാർത്ഥിക്കുന്നു. ധീരപ്രവാചകരെ ഉദരത്തിൽ വച്ചു തന്നെ അഭിഷേചിച്ചതുപോൽ പോതു തലമുറകളെ വാട്ടിയിടണമേ. അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കൃപയേറും മക്കൾ സഭയിൽ ജനിച്ചിടാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും തലമുറയിൽ ജോൺ പോൾ, മദർ തെരേസ, ജിയന്നായും ഡോൺ ബോസ്കോയും ജനിച്ചിടാൻ കൃപയേകിടണേ. അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കൃപയേറും മക്കൾ സഭയിൽ ജനിച്ചിടാൻ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന. എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സൃഷ്ടാവും ദൈവവുമായ കർത്താവേ, ലോകസുവിശേഷീകരണത്തിനും തിരുസഭയുടെ നവീകരണത്തിനും സമൂഹ നന്മയ്ക്കും വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ജാതരാകുവാൻ അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങളിലും വരും തലമുറകളിലും അങ്ങ് സൃഷ്ടിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ശിശുക്കളുടെയും ജനനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവന്റെ ദാതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. കരുണാമയനും സർവശക്തനുമായ ത്രിയേക ദൈവമേ, മനുഷ്യന് ചിന്തിക്കാനാവാത്ത മഹനീയവും
സമ്പൂർണവുമായ ഐക്യത്തിൽ വസിക്കുന്ന പരമപരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയെ കീഴടക്കുവിനെന്ന ആദ്യ കൽപ്പന ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് അരുളി ചെയ്ത യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിവാഹമെന്ന കുദാശയിലൂടെ അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ സഹകാരികളാകുവാനും ദൈവഭക്തരായ മക്കൾക്ക് ജന്മമേകുവാനും സ്ത്രീ പുരുഷന്മാരെ ആശീർവദിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വചന കീർത്തനം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യോദ്ധാവിന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. അവ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരുകയില്ല. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലമിന്റെ ഐശ്വര്യം കാണും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. മക്കളുടെ മക്കളെ കാണുവാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. കർത്താവാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മനഞ്ഞു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഞാൻ നിഗൂഢതയിൽ ഒരു വാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗത്തിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ഒരു ശിശുവിൻ്റെ നൈർമല്യത്തോടെയും നിഷ്കളങ്കതയോടെയും വിശുദ്ധിയോടെയും നിന്റെ വചനം സ്വീകരിക്കുവാനും നിഷ്കളങ്കരായി നിന്റെ മുമ്പിൽ വ്യാപരിക്കുവാനും ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങൾ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി എത്രയും വേഗം വിവാഹമെന്ന കുദാശ സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾ രൂപപ്പെടും മുൻപേ അവരുടെ വിശുദ്ധിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിനും വേണ്ടി പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും
കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ദാനമായി നൽകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെയും ആദരവോടെയും സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏതവസ്ഥയിലുള്ള മക്കളായാലും ദൈവസ്നേഹം പരിശീലിപ്പിച്ച് അഭിമാനത്തോടെ വളർത്തുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ മക്കളെ വളർത്തുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്തസ് തെരഞ്ഞെടുക്കുമ്പോൾ ദൈവനിശ്ചയപ്രകാരം മാത്രം മക്കൾ യഥാസ്ഥാനപ്പെടുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുട്ടികൾ യേശുവിനെ മാതൃകയാക്കുവാനും അവർ ബാലപ്രേക്ഷിതരായി തീരാനും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ശുദ്ധീകരണാത്മാക്കളോടും ജീവിച്ചിരിക്കുന്നവരോടും ജനിക്കാനിരിക്കുന്ന തലമുറകളോടും ചേർന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥന. അബ്രാഹം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ അജാത സന്താനമായി ലേവി ഗോത്രം അബ്രഹാമിൽ ഉണ്ടെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ തലമുറകളിലൂടെ അങ്ങയുടെ വാഗ്ദാനപ്രകാരം ജനിക്കേണ്ടതായ എല്ലാ സന്താനങ്ങളെയും പിറക്കുവാനിടയാക്കണമേ. അവരിലൂടെ നിന്റെ നാമം ലോകം മുഴുവനും എത്തിക്കുവാനുള്ള മിഷണറി കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. ദൈവിക ചൈതന്യം നിറഞ്ഞ സന്യസ്തരാൽ സഭാസമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. ജ്ഞാനം നിറഞ്ഞ നേതാക്കന്മാരാൽ സമൂഹം ശക്തമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിർമ്മലമാനസ പൈതലിനെ തൃക്കൈയാലെ വഹിച്ചീശു നൽകിയ മോഹന വാഴ്വോർക്കാം. ശൈശവമെത്ര മനോഹരമാ. സ്തന്യം പാനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തന്നധരത്തിൽ കർത്തൻ സ്തുതികൾ ഉണർത്തുന്നു. ശൈശവമിത്ര മനോഹരമാ. ദമ്പതികൾ തൻ ശുദ്ധതയിൽ നിർമ്മലരായി ജനിച്ചിടും. കുഞ്ഞുങ്ങൾ തൻ കളിച്ചിരിയാൽ ശൈശവമിത്ര മനോഹരമാ. മിശിഹായ്ക്കാർപ്പു വിളിക്കാനാ ദൈവമൊരുക്കും കുഞ്ഞുങ്ങൾ. സഭയിൽ നിറയാൻ പ്രാർത്ഥിക്കാം. ശൈശവമിത്ര മനോഹരമാ. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന. മനുഷ്യമക്കളുടെ നിത്യരക്ഷയ്ക്കായി അവതരിച്ച എൻ്റെ യേശുവേ, അങ്ങേക്ക് ആരാധന. അനാദികാലം മുതൽ മനുഷ്യർ തങ്ങളുടെ പാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി പലവിധ ബലികൾ നടത്തുന്നു. എന്നാൽ സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി സ്വശരീരം അതികഠിനമായ പീഡാനുഭവങ്ങൾക്കും കുരിശിലെ വേദനയേറിയ മരണത്തിനും വിട്ടുകൊടുത്ത് സ്വയം യാഗമായി മാറി എല്ലാവർക്കും നിത്യരക്ഷ നേടിത്തന്ന യേശുവേ, ആ സ്നേഹയാഗത്തിൻ്റെ സഹനത്തെ ഓർത്തുകൊണ്ട് ഭയഭക്തിയോടെ ഈ കുർബാനയിൽ പങ്കെടുക്കുവാനും അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ
പങ്കാളിയാകുവാനും വേണ്ട യോഗ്യതയ്ക്കായി ഇപ്പോൾ എന്നെ ശുദ്ധീകരിച്ച് ആശീർവദിക്കണമേ. രക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാനും വളർത്തുവാനും അവന്റെ ബലിയർപ്പണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷിയാകുവാനും ഭാഗ്യം ലഭിച്ച കൃപ നിറഞ്ഞ മറിയമേ, തിരുക്കുടുംബത്തിന്റെ നാഥനും നീതിമാനുമായ വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, സ്വർഗീയ വൃന്ദങ്ങളെ, പുണ്യാത്മാക്കളെ, അജാത ശിശുക്കളെ, ഈ ബലിയർപ്പണ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം യോഗ്യതയോടെ പങ്കുചേരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മക്കൾ ജനിക്കാതിരിക്കുന്നത് ഒരു ശാപമോ ദൗർഭാഗ്യമോ ആയി കരുതാതെ തങ്ങൾക്ക് ലഭിച്ച ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആശീർവാദം ലഭിച്ച ഓരോ ദമ്പതികളും ശ്രമിക്കണം. ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ദമ്പതികളെ ബൈബിളിൽ നമുക്ക് കാണാം. ദൈവം നിശ്ചയിച്ച പ്രത്യേക സമയത്ത് അവർക്ക് ഉത്തരവും ലഭിക്കുന്നു. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. സക്കറിയായ്ക്കും എലിസബത്തിനും യോഹന്നാൻ ജനിച്ചത് അവരുടെ വാർദ്ധക്യത്തിലാണ്. യേശുവിന് വഴിയൊരുക്കുവാനുള്ള കൃത്യമായ സമയമായിരുന്നു യോഹന്നാന്റെ ഈ ജനനം. അബ്രഹത്തിനും സാറായ്ക്കും 106 വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നത്. അതുപോലെ നമുക്കും മക്കൾക്കായി കാത്തിരിക്കാം, യേശുവിന് വഴിയൊരുക്കുവാൻ ഉള്ളവർക്ക് വേണ്ടി തന്നെ. നാം ഏതവസ്ഥയിലായിരുന്നാലും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തുടരുക, നിത്യജീവിതത്തിനു വേണ്ടി ജീവിക്കുക, അവിടേക്ക് അനേകം ആത്മാക്കളെ യേശുവിൽ വീണ്ടും ജനിപ്പിക്കുക. നമ്മുടെ സമയവും സൗകര്യങ്ങളും നിഷ്പ്രയോജനമാകാതെ ദൈവരാജ്യ വിസ്തൃതിക്കായി പ്രവർത്തിക്കുന്നതിനൊപ്പം പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥന തുടർന്നു കൊടുത്തിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പേരെഴുതി മക്കൾക്ക് പേരുമിട്ട് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക.